നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വരായ, ഓം മഹേശ്വരായ, ഓം മേ പാർവതിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യ സ്വാമിയെ നമോ നമഃ. അയ്യപ്പ സ്വാമിയെ നമോ നമഃ. ഓം കാളി, ഓം ദുർഗേ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മെയ് മാസം അവസാനിക്കാൻ പോവുകയാണ്. മെയ് മാസം 29-ാം തീയതിയോടുകൂടി ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യദായകമായ അനുഭവം, അതായത് ബുധൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതികൾ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ നക്ഷത്ര ജാതർക്കും ആ ഭാഗ്യത്തിൻ്റേതായ അംശം അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും അറിയിക്കുന്നത്. 2026 മെയ് മാസം 29-ാം തീയതിയോടുകൂടി ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് മാറുന്നു. ജ്യോതിഷപരമായി വളരെ പ്രധാനമായൊരു മാറ്റമാണിത്. ബുധൻ എന്നത് ബുദ്ധി, ആശയപരമായ വ്യവസ്ഥിതികൾ, വ്യവഹാരങ്ങൾ, അതുപോലെ തന്നെ വ്യവസായങ്ങൾ, വ്യാപാരം, തന്ത്രപരമായ തീരുമാനങ്ങൾ തുടങ്ങിയവ കൈക്കൊള്ളുന്നതിനായിട്ട് അനുഗ്രഹിക്കുന്ന ഗ്രഹമാണ്. സ്വാഭാവികമായും ബുധൻ വിദ്യാഭ്യാസപരമായിട്ട് വളരെ വളരെ ഉയർച്ച നൽകുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ ഭാഗ്യദായകമായ അനുഭവങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ആ നക്ഷത്രജാതരെ കൈപിടിച്ചുയർത്തുന്ന ഗ്രഹം കൂടിയിട്ടാണ് ബുധൻ. ബുധ ഭഗവാന്റേതായിരിക്കുന്ന ഭാഗ്യദായകമായ നിമിഷങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ സന്നിധിയിലാണ് പ്രാർത്ഥനകൾ നടത്തേണ്ടത്. ശ്രീരാമ സന്നിധിയിലും നമുക്ക് ബുധഗ്രഹത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പൂജകൾ സമർപ്പിക്കാം. ശ്രീകൃഷ്ണ സന്നിധിയിൽ ചെല്ലുമ്പോൾ തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ശ്രീരാമ സന്നിധിയിലും തീർച്ചയായിട്ടും ഈ പറയുന്ന രാമായണം, സുന്ദരകാന്ഡം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ വായിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവുക, അതൊക്കെ ഒരു വലിയ മാറ്റത്തിന് നമുക്ക് ജീവിതത്തിൽ വഴിയൊരുക്കം നടത്തി കിട്ടുക തന്നെ ചെയ്യും. സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് ബുധൻ എത്തിച്ചേരുന്നതോടുകൂടി ഈ ഭാഗ്യദായകമായ അനുഗ്രഹ മുഹൂർത്തങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ബുധൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് ജീവിത വഴികളിലൂടെ എത്തിച്ചേരാൻ കഴിയും. സാമ്പത്തികമായ മേൽക്കോയ്മകൾക്കുള്ള സ്ഥാനം വഹിക്കുവാൻ കഴിയും.
അപ്രതീക്ഷിതമായ ധനവരവിനുള്ള അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് പഠിച്ചു പോകുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും. മത്സര പരീക്ഷകളിലെല്ലാം വളരെ വലിയ വിജയത്തോടുകൂടി സ്ഥാനമാനങ്ങൾ ലഭിക്കും തുടങ്ങിയവയൊക്കെ മിഥുനം രാശിക്കാരായ നക്ഷത്രജാതർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ പ്രശംസ ലഭിക്കുക, ബുദ്ധിപരമായ കാര്യങ്ങളിൽ മേൽക്കോയ്മയുണ്ടാവുക തുടങ്ങിയവയൊക്കെ മിഥുനം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിലുണ്ടാകുന്ന അനുഗ്രഹമാണ്. 2026 മെയ് മാസം 29 ഇങ്ങനെ ബുധൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ മിഥുനം രാശിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അനുഭവങ്ങൾ കുറേ കാലഘട്ടത്തിലേക്ക് തന്നെ നിലനിൽക്കും. കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8-9 മാസങ്ങളോളം ഇതിൻ്റേതായിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്തത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പ്രവേശനം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും. ഭാഗ്യസ്ഥാനത്താണ് ഈ രാശിക്കാർക്ക് ബുധൻ്റെ പ്രവേശം. വിദേശ യാത്രയ്ക്ക് ഭാഗ്യം കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉജ്ജ്വലമായ ഭാവി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കൈവരിക്കുവാൻ കഴിയും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും. ഭാഗ്യദായകമായ സമ്പത്തിൻ്റെ വരവിന് അത് സാധ്യമാവുകയും ചെയ്യും. വിദ്യാഭ്യാസപരമായ പുരോഗതിയും തൊഴിൽപരമായ പുരോഗതിയുമൊക്കെ തീർച്ചയായും തുലാം രാശി നക്ഷത്ര ജാതരിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന ഉദയം ഏകദേശം ഒരു 9 മാസക്കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾക്കുള്ള സാധ്യതയും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായും വലിയ വിജയത്തിന് ബുധൻ്റെ മിഥുനത്തിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് വളരെ ഗുണകരമാണ്. അടുത്തത് അവിട്ടം പകുതി ചതയം പുരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്ക് അനുകൂലമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് ബുധൻ്റെ മിഥുനം രാശിയിലേക്കുള്ള സഞ്ചാരം. തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കുംഭം രാശിക്കാരിൽ ഈ ഭാഗ്യം വന്നു ചേരുന്നത്. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വ്യാഴവട്ടക്കാലം, ഇതുമായി 12 വർഷങ്ങളോളം ആയിട്ടുണ്ട്. വാസ്തവത്തിൽ 16 വർഷങ്ങളോളം ആയിട്ടുണ്ട് ഈ ഭാഗ്യം കുംഭ രാശിക്കാരിൽ നിലനിന്നിട്ട്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 9 മാസക്കാലത്തോളം ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കും. ഋണബാധ്യതകൾ അഥവാ കടബാധ്യതകൾ ഒഴിഞ്ഞു പോകാം. തൊഴിൽ സാധ്യതകൾ വളരെ കൂടുതലായിട്ട് വർദ്ധിക്കാം. സർഗാത്മകമായ കഴിവുകൾ കൂടുതലായിട്ടുണ്ടാകും. സാഹിത്യ രചനകൾ, കലാകായിക മേഖലകളിലെ ഉണർവ്, രാഷ്ട്രീയ രംഗങ്ങളിലെ നേതൃത്വ സ്ഥാനത്തിനുള്ള ഭാഗ്യം, സാംസ്കാരിക മേഖലകളിൽ പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റേതായ ഈ മിഥുനം രാശിയിലേക്കുള്ള സ്ഥാനമാറ്റം അനുഗ്രഹീതമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. പഠന മേഖലകളിൽ വിദ്യാർത്ഥികൾ വളരെ ഉയർന്നുയർന്ന് പോകുന്നതിനുള്ള ഭാഗ്യം വന്നു ചേരും. അലസമാർഗേണ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോയിരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും സ്വന്തമായിട്ടുള്ള അധ്വാനം അവർക്കുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പുരോഗമനമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. കാരണം ബുധൻ വിദ്യാകാരകനും ഭാഗ്യകാരകനും കൂടിയിട്ടാണ്. ശ്രീകൃഷ്ണ സന്നിധിയിലൊക്കെ പോവുക, പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തുക. അതിലൂടെ ജീവിതത്തിൻ്റെ വിജയം പൂർണ്ണമായും ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കുംഭം രാശിക്കാർക്ക് പ്രേമ കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലുമൊക്കെ ഒത്തുതീർപ്പ് ഉണ്ടാകുന്ന സമയമാണ്. മംഗളവേളകൾക്ക് സാധ്യത കൂടുതലാകുന്ന കാലമാണ് ബുധൻ്റെ ഈ മിഥുനം രാശിയിലേക്കുള്ള വരവ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്തരം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് ബുധൻ്റേതായിരിക്കുന്ന ഈ രാശിമാറ്റം അല്ലെങ്കിൽ മിഥുനം രാശിയിലേക്കുള്ള ഈ വരവ് സാമ്പത്തികമായ ധാരാളം മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും.
ധാരാളം സമ്പത്ത് ചിങ്ങം രാശിക്കാരിൽ വന്ന് നിറയുക തന്നെ ചെയ്യും. ചിങ്ങം രാശിക്കാരുടെ ലാഭസ്ഥാനത്താണ് ബുധൻ്റേതായ ഈ സഞ്ചാരം നടക്കുന്നത്. പൂർവ പിതാക്കന്മാരാൽ സൃഷ്ടിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ, പഴയകാല നിക്ഷേപങ്ങൾ, ആ നിക്ഷേപങ്ങൾക്ക് ഒരവകാശിയായി മാറാനുള്ള ഭാഗ്യം, ആ നിക്ഷേപങ്ങൾക്ക് അവകാശിയായി മാറാനുള്ള ഭാഗ്യം ഈ രാശിക്കാർക്കുണ്ട്. ആ നിക്ഷേപങ്ങൾ വളരെ കൂടുതൽ തുകയായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ ബന്ധങ്ങൾ ശക്തിപ്പെടും. വിദ്യാഭ്യാസ കാര്യത്തിലും ഭാഗ്യദായകമായ അനുഭവത്തിലും വളരെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാശിയാണ് ചിങ്ങം രാശി. ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും പൂർണ്ണമായും ലഭിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത്രത്തോളം വളർച്ച വിദ്യാഭ്യാസപരമായും കലാപരമായും സാമൂഹികപരമായും ഒക്കെ തന്നെ, രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഒക്കെ വളരെയധികം നന്മസ്ഥാനത്തിലേക്ക് എത്തുകയാണ് ചിങ്ങം രാശിക്കാർ. 2026 മെയ് മാസം 29 മുതൽ ചിങ്ങം രാശിക്കാരുടെ അതായത് ജീവിതം തെളിയുക തന്നെ ചെയ്യും. ബുധൻ്റെ ഈ രാശിമാറ്റം എല്ലാ നക്ഷത്ര ജാതർക്കും വിനിമയശേഷി തെളിഞ്ഞു നിൽക്കുന്നതിന് കാരണമാകും. കൃഷ്ണ ഭഗവാനെ ദർശിക്കുക, പൂജിക്കുക. അതുപോലെ തന്നെ മേടം, കർക്കിടകം, കന്നി രാശിക്കാർ, ഇവർക്ക് ഈ കാലയളവിൽ ചില പണച്ചിലവിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നടത്തണം. നമുക്ക് വേണ്ടുന്നതിനും വേണ്ടാത്തതിനുമൊക്കെ പണം ചിലവാക്കുന്നൊരു വ്യവസ്ഥതയുണ്ട്. തിരിച്ചറിഞ്ഞ് പണം ചിലവാക്കുക എന്നാണ് ഈ രാശിക്കാരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ വൃശ്ചികം, മകരം രാശിക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യത കാണുന്നു. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.